ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ തന്നെ വരുന്ന ഒരു പാഠമാണ്. പാഠം 14 തലമുറകളുടെ തുടർച്ചയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാംസിൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തു പോകുന്ന വഴിക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും കൂടെ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എങ്ങനെയാണ് പ്രത്യുൽപാദന രീതി, ബാക്ടീരിയ, ഫംഗസ്, ഹൈഡ്ര ഇവയിൽ എങ്ങനെയാണ് ഈ ഒരു റിപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ബാക്ടീരിയയിലാണെങ്കിൽ ദ്വിവിഭജനമാണ് നടക്കുന്നത്, അതായത് ബൈനറി ഫിഷൻ വഴിയാണ് ബാക്ടീരിയ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? BI എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമല്ലേ? അപ്പോൾ അതായത് നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ദ്വിവിഭജനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ആ ഒരു പിക്ചറിൽ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അനുകൂല സാഹചര്യത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുടെ ത്വരിതഗതിയിലുള്ള വംശവർദ്ധനവ് നടക്കുന്നത് പ്രധാനമായും ഇങ്ങനെയാണ്. ബാക്ടീരിയ എങ്ങനെയാണ്? ബൈനറി ഫിഷൻ വഴിയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഫംഗസ്. ഫംഗസ് രേണുക്കളാണ്. എന്താണ് രേണുക്കൾ? രേണുക്കൾ എന്ന് പറയുന്നത് ഫംഗസിന്റെ ആ ഒരു സ്ട്രക്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൂക്ഷ്മ കോശങ്ങളാണ്. അപ്പം നോക്കാം, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മ കോശങ്ങളായ രേണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന അലൈംഗിക പ്രജനന രീതിയാണ്. അപ്പം ഇതെന്താണ്? ഒരു സെക്ഷുവൽ റിപ്രൊഡക്ഷൻ മെത്തേഡ് അല്ല ഫംഗസിൽ നടക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അലൈംഗിക പ്രജനന രീതിയാണ്. സോ ബാക്ടീരിയയിലാണെങ്കിൽ ദ്വിവിഭജനമാണ്, ഫംഗസിലാണെങ്കിൽ രേണുക്കളാണ്. ഇനി ഹൈഡ്രയിലേക്ക് വന്നാലോ? മുകുളനം, അതായത് മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുന്നു. വളർച്ചയെത്തുമ്പോൾ ഇവ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പുതിയ ജീവിയാകുന്നു. അപ്പം ഇത്തരത്തിലാണ് ഹൈഡ്രയിൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും എന്താണ്? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഉദാഹരണമല്ല, അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ, അലൈംഗിക പ്രജനന രീതിയാണെന്ന് ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ പരാഗണവും പൂക്കളിലെ വൈവിധ്യവും എന്ന് പറഞ്ഞൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഒരു സിലബസിൽ വരുന്ന ടോപ്പിക് അല്ല കേട്ടോ. ഈ പൂവിൻ്റെ പരാഗണം എങ്ങനെയാണ് എന്നുള്ളത് ഇത്രയൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സിലബസിൽ ഇല്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് പരാഗണം? പരാഗണം എന്ന് പറഞ്ഞാൽ പരാഗരേണു പരാഗസ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ പരാഗണം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് സംഭവിക്കുന്നത്? ഈ പരാഗണത്തിന് ശേഷം പരാഗരേണു പരാഗനാളത്തിലാണ് എത്തുന്നത്. അവിടെയാണ് പിന്നീട് വളരുന്നത്. അപ്പം അതിനെപ്പറ്റി ഈ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രം നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. അവിടെ പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എക്സാമിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ. അപ്പം നോക്കാം, പരാഗരേണുവിൽ ജനറേറ്റീവ് ന്യൂക്ലിയേഴ്സ്, ട്യൂബ് ന്യൂക്ലിയേഴ്സ് എന്നിങ്ങനെ രണ്ട് ന്യൂക്ലിയസുകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താ ഇവിടെ പറഞ്ഞത്? പരാഗണത്തിന് ശേഷം പരാഗരേണു പരാഗനാളത്തിലെത്തും അല്ലെ, അവിടെയാണ് വളരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പരാഗരേണുവിൽ ജനറേറ്റീവ് ന്യൂക്ലിയേഴ്സ്, ട്യൂബ് ന്യൂക്ലിയേഴ്സ് എന്നിങ്ങനെ രണ്ട് ന്യൂക്ലിയേഴ്സ് ഉണ്ട്. പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പരാഗരേണുവിൽ നിന്ന് രൂപപ്പെടുന്ന പരാഗനാളി അണ്ഡാശയത്തിന് നേരെ വളരുന്നു. ഇതോടൊപ്പം പരാഗരേണുവിലെ ന്യൂക്ലിയേഴ്സും പരാഗനാളിയിലേക്ക് പ്രവേശിക്കുന്നു. പരാഗനാളിയിൽ വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയേഴ്സ് വിഭജിച്ച് രണ്ട് പുംബീജങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ ട്യൂബ് ന്യൂക്ലിയേഴ്സ് ശിഥിലീകരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര പിക്ചർ വെച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പരാഗരേണുവിലെ ന്യൂക്ലിയേഴ്സും പരാഗനാളിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പരാഗനാളിയിൽ വെച്ച് കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ, ഈ പരാഗനാളിയിൽ വെച്ച് നമ്മൾ പറഞ്ഞു രണ്ട് ന്യൂക്ലിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ പരാഗരേണുവിൽ. ഏതൊക്കെയാണ്? ജനറേറ്റീവ് ന്യൂക്ലിയേഴ്സും ട്യൂബ് ന്യൂക്ലിയേഴ്സും ആണെന്ന് പറഞ്ഞു. അപ്പോൾ പരാഗനാളിയിൽ വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയേഴ്സ് വിഭജിച്ചിട്ട്
2 പുംബീജങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ട്യൂബ് ന്യൂക്ലിയസ് അവിടെ വെച്ച് ശിഥിലീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇനി പരാഗനാളിയിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിലൊന്ന് അണ്ഡവുമായി യോജിച്ച് സിക്താണ്ഡമായി മാറും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എന്താണ് സിക്താണ്ഡം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതായത് ഡിഫറൻസിയേഷൻ ഒന്നും നടക്കാത്ത, കോശവിഭജനമൊന്നും നടക്കാത്ത സെല്ലാണ്. ആ ഒരു സിക്താണ്ഡത്തിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിലെ ഫുൾ അവയവങ്ങൾ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇവിടെ അതേപോലെ തന്നെ എന്താണ്, പൂംബീജം അണ്ഡവുമായിട്ട് യോജിച്ച് സിക്താണ്ഡമായി മാറുന്നുണ്ട്. ഇനി 2 പൂംബീജം ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലേ. രണ്ടാമത്തെ പൂംബീജം എന്ത് ചെയ്യുന്നു, അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേരുന്നു. അതിൽ നിന്ന് എൻഡോസ്പേം, എന്താണ്, എൻഡോസ്പേം ആണ് ഫോം ചെയ്യുന്നത്. സിക്താണ്ഡം വളർന്ന് എന്തായിട്ട് മാറും, ഭ്രൂണമായിട്ട് മാറും അല്ലെ. അതേപോലെ എൻഡോസ്പേം ആണ് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ നിന്ന് ഓർത്തു വെക്കേണ്ട കാര്യം. എന്താണ്, സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായി മാറും. എൻഡോസ്പേം എന്താണ്, ഫുഡായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുവാണ്. പിന്നെ 2 പൂംബീജങ്ങൾ ഉണ്ടാവുന്നുണ്ട് ന്യൂക്ലിയസ് വിഭജിച്ചിട്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളു അവിടെ. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രത്യുൽപാദനം മനുഷ്യനിൽ, അവിടെ തൊട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. എക്സാമിന് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയെ പറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ? ബീജവാഹി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ലിംഗം, വൃഷണം. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം നോക്കാം ബീജവാഹി. കണ്ടോ, ഈ ഒരു പൈപ്പ് പോലെ കാണുന്ന ആ ഒരു സ്ട്രക്ചറാണ്. എന്താണ്, വൃഷണങ്ങളിൽ നിന്ന് പുംബീജങ്ങളെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു കുഴലാണ് ബീജവാഹി എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അതായത് ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. അപ്പം അത് ചോദിക്കാവുന്നതാണ്. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ലിംഗം. പ്രത്യേകതരം പേശികളും രക്ത അറകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിനുള്ളിലെ നാളത്തിലൂടെ മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നു. പുംബീജങ്ങളെ യോനിയിൽ നിക്ഷേപിക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് ലിംഗത്തിന്റെ ഫങ്ഷൻസ്. ഇനി എന്താണ് വൃഷണം? വൃഷണ സഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നു. പുംബീജങ്ങളുടെയും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ വൃഷണമാണ് പുംബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ പുരുഷ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതും വൃഷണമാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? വൃഷണ സഞ്ചിക്കുള്ളിലാണ് കാണപ്പെടുന്നത്. സോ ഇതാണ് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി അടുത്തത് എന്താണ് പുംബീജം അഥവാ സ്പേംസ്? പുംബീജങ്ങൾ ചലനശേഷിയുള്ളവയാണ്. സൂക്ഷ്മ കോശങ്ങളാണെങ്കിലും അവയ്ക്ക് ശിരസ്, ഉടൽ, വാൽ എന്നിങ്ങനെ തരം തിരിക്കാവുന്ന ഭാഗങ്ങളുണ്ട്. വാൽ ഉപയോഗിച്ചാണ് ഇവ ചലിക്കുന്നത്. ഇതിനാവശ്യമായ ഊർജം നൽകുന്നത് ഉടൽ ഭാഗത്തെ മൈറ്റോകോൺട്രിയകളാണ്. അപ്പോൾ സ്പേം അല്ലെങ്കിൽ പുംബീജം എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണ്? അതായത് ശിരസ്, ഉടൽ, വാൽ എന്നിങ്ങനെ വേർതിരിക്കാവുന്ന തരത്തിലുള്ള ഭാഗങ്ങളുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിന് ചലനശേഷിയുണ്ട്. ഇതിന് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് ഉടൽ ഭാഗത്ത് വരുന്ന മൈറ്റോകോൺട്രിയകളാണ്. ഇനി അടുത്തത് പിതൃക്രോമോസോമുകൾ അടങ്ങിയ ന്യൂക്ലിയേഴ്സ് ശിരസിൽ കാണപ്പെടുന്നു. അപ്പൊ എവിടെയാണ് ന്യൂക്ലിയേഴ്സ് കാണപ്പെടുന്നത്? ശിരസിലാണ്. സ്പേമിന്റെ അല്ലെങ്കിൽ പുംബീജങ്ങളുടെ ശിരസിലാണ് ന്യൂക്ലിയേഴ്സ് കാണപ്പെടുന്നത് എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഉദരാശയത്തിന് പുറത്ത് വൃഷണ സഞ്ചികളിലായി കാണപ്പെടുന്ന ഒരു ജോഡി വൃഷണങ്ങളിലാണ് പുംബീജങ്ങൾ രൂപപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഭാഗങ്ങൾ, പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ പഠിച്ച സമയത്ത് തന്നെ പറഞ്ഞു അല്ലെ, വൃഷണങ്ങളാണ് ഈ ഒരു സ്പേംസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നതും വൃഷണങ്ങളാണ്. അപ്പോൾ പുരുഷ ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് ഓർത്തു വച്ചേക്കുക. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ തന്നിട്ട് ഇതിലേതാണ് പുരുഷ ലൈംഗിക
ഹോർമോൺ എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്താണ്? ഒരു പുരുഷ ലൈംഗിക ഹോർമോണാണ്. പുംബീജങ്ങളുടെ ഉൽപാദനത്തിന് ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനില, ഏകദേശം 35 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഈ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് വൃഷണസഞ്ചികളാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം പുംബീജകോശങ്ങൾ ലിംഗത്തിലെത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശുക്ലവിസർജനം. അപ്പോൾ ഇവിടെയും ഓർത്തു വെക്കേണ്ടത് ഈ ഒരു ടെമ്പറേച്ചറിനെ പറ്റിയാണ്. ഈ പുംബീജങ്ങളുടെ ഉൽപാദനത്തിന് സഹായകരമാകുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 35 മുതൽ 36 ഡിഗ്രി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ? ആ ഭാഗങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം എന്തൊക്കെയാണ്? അപ്പോൾ നോക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: അണ്ഡാശയമുണ്ട്, അണ്ഡവാഹിയുണ്ട്, ഗർഭാശയമുണ്ട്, എൻഡോമെട്രിയമുണ്ട്, യോനിയുണ്ട്. ഇപ്പോൾ ഓരോന്ന് നോക്കാം. അണ്ഡാശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് അണ്ഡാശയം. അപ്പോൾ എവിടെയാണ് സ്ത്രീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? അണ്ഡാശയത്തിലാണെന്ന് ഓർക്കുക. ഇനി അണ്ഡവാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കുഴല് പോലെ കാണുന്ന സ്ട്രക്ചറാണ്. അതായത് അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ബീജ സംയോജനം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ എന്താണ്? അണ്ഡകോശം അണ്ഡാശയത്തിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും അണ്ഡാശയത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നത് അണ്ഡവാഹിയാണ്. ഇനി ബീജ സംയോജനം നടക്കുന്നതും എവിടെ വെച്ചാണ്? അണ്ഡവാഹിയാണ്. അപ്പോൾ ബീജ സംയോജനം നടക്കുന്നത് എവിടെ വെച്ച്? അണ്ഡവാഹി, അണ്ഡാശയം, ഗർഭാശയം ഒക്കെ എന്നൊക്കെ പറഞ്ഞ് തരാം. എവിടെ വെച്ചിട്ടാണ്? അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ്. ഇനി ഗർഭാശയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലെ? ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗമാണ് ഗർഭാശയം എന്ന് പറയുന്നത്. അപ്പം അണ്ഡവും ബീജവും സംയോജിച്ച് ഒരു ഭ്രൂണം ഫോം ചെയ്തിട്ട് ആ ഭ്രൂണത്തിന്റെ കംപ്ലീറ്റ് വളർച്ച നടക്കുന്നത് ഗർഭാശയത്തിൽ വെച്ചിട്ടാണ്. അടുത്തതാണ് എൻഡോമെട്രിയം. എന്താണ് എൻഡോമെട്രിയം? ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയാണ് എൻഡോമെട്രിയം എന്നറിയപ്പെടുന്നത്. ഇതിലാണ് ഭ്രൂണം ഇതേപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പം എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളി അറിയപ്പെടുന്ന പേരാണ്. ഇനി അടുത്തത് യോനി. നമുക്കറിയാം എന്താണ്? ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് യോനി. പുംബീജങ്ങൾ ഇവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പുംബീജങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടൈലാണ്, ചലിക്കാനുള്ള ശേഷിയുണ്ടല്ലേ? അപ്പൊ അങ്ങനെയാണ് അത് അണ്ഡവുമായിട്ട് സംയോജിച്ച് ഭ്രൂണമായിട്ട് മാറി ഗർഭാശയത്തിൽ വെച്ച് വളരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയെ പറ്റി പറയാനുള്ളത്. ഇനി ഇവിടെ അണ്ഡത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോശസ്തരമുണ്ട്, ബാഹ്യാവരണമുണ്ട്, ന്യൂക്ലിയേഴ്സ് ഉണ്ട്. ഓക്കെ, നോക്കാം. അണ്ഡകോശം പുംബീജത്തേക്കാൾ വലുതാണ്. അണ്ഡകോശത്തിന് ചലനശേഷിയില്ല. അണ്ഡത്തിന്റെ കോശസ്തരത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണാവരണങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്പേമുമായിട്ട് കമ്പയർ ചെയ്ത് ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു പുംബീജത്തേക്കാൾ അണ്ഡകോശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓവം എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാണ് അല്ലെ? അതേപോലെ ചലനശേഷി ഉണ്ടോ? ഇല്ല. സ്പേമിന് ചലനശേഷിയുണ്ട്, എന്നാൽ ഇവിടെ ഓവം അല്ലെങ്കിൽ അണ്ഡത്തിന് ചലനശേഷിയില്ല. പിന്നെ എന്താണ്? അണ്ഡത്തിന്റെ കോശസ്തരത്തിന് പുറത്തായി പ്രത്യേക രീതിയിലുള്ള സംരക്ഷണാവരണങ്ങളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഉദരാശയത്തിലെ ഒരു ജോഡി അണ്ഡാശയങ്ങളാണ് അണ്ഡങ്ങളെയും സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ടെസ്റ്റോസ്റ്റിറോണെ പറ്റി പറഞ്ഞു അല്ലെ? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷ ഹോർമോണാണ്. എന്നാൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്താണ്? സ്ത്രീ ലൈംഗിക ഹോർമോണുകളാണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ അത് തന്നിട്ട് ചോദിക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി അണ്ഡാശയത്തിൽ വെച്ച് പാകമാകുന്ന അണ്ഡം അണ്ഡാശയത്തിന് പുറത്തു വരുന്ന പ്രക്രിയയാണ് അണ്ഡോത്സർജനം അഥവാ ഓവുലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അണ്ഡാശയത്തിൽ വെച്ച് പാകമാകുന്ന അണ്ഡം അണ്ഡാശയത്തിന് പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ്. സാധാരണഗതിയിൽ മാസത്തിൽ ഒരു അണ്ഡമാണ് ഇങ്ങനെ പുറത്തെത്തുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് കണ്ടോ, നമ്മൾ പറഞ്ഞു അണ്ടം പുറത്തേക്ക് എത്തുന്നു എന്നുള്ളത് പറഞ്ഞല്ലേ, അതാണ് ആർത്തവം. അതിന് കാരണമാകുന്നത് എന്താണ്? ഈ ഒരു പ്രോസസ്സാണ്. ആർത്തവം ഒരു സ്വാഭാവിക പ്രക്രിയ, ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം, പെൺകുട്ടികളിൽ ശാരീരിക വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ് ആർത്തവം. പാരമ്പര്യം, ആഹാരശീലങ്ങൾ, ആരോഗ്യസ്ഥിതി, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ആർത്തവം നേരത്തെ ആവുകയോ താമസിക്കുകയോ ചെയ്യാം. ആർത്തവത്തിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ നടുവേദനയും അടിവയറ്റിൽ വേദനയും മനം പുരട്ടലും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം എല്ലാവരിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. പൊതുവെ 28 ദിവസത്തിൽ ഒരിക്കൽ ആവർത്തിക്കുന്ന ആർത്തവ ചക്രം ആദ്യത്തെ 1-2 വർഷം ക്രമം തെറ്റി വന്നേക്കാം. എന്നാൽ തുടർച്ചയായി ക്രമരഹിതമാകുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം. ആർത്തവകാല ശുചിത്വശീലങ്ങൾ പാലിക്കേണ്ടതും പ്രധാനമാണ്. 45 മുതൽ 50 വയസ്സോടെ അതിനിടയ്ക്ക് എന്താണ്? ആർത്തവ ചക്രം നിലയ്ക്കുന്നു. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആർത്തവത്തിൻ്റെ ആരംഭം അറിയപ്പെടുന്നതും ആർത്തവത്തിൻ്റെ ആ ഒരു 45-50 വയസ്സാകുമ്പോഴത്തേക്കും നിലയ്ക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അതിനെ നമ്മൾ മെനോപോസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് ഈ ഒരു അണ്ടം ഒരു ബീജവുമായിട്ട് സംയോജിച്ചാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഭ്രൂണമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംയോജനം നടന്ന് അത് ഭ്രൂണമായിട്ട് മാറുകയാണെങ്കിൽ പിന്നെ എന്താണ്? അത് ഗർഭാവസ്ഥയിലേക്ക് പോകും. അങ്ങനെ സംയോജിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഓവം റിലീസ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് ഓവുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതാണ് ശരിക്കും പറഞ്ഞാൽ ആർത്തവം എന്ന് പറയുന്ന പ്രോസസ്സ്. ആർത്തവത്തിൽ എന്താണ്? ഈ ഓവം വെളിയിലേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇനി എന്താണ് ബീജസംയോഗം നടന്നില്ലെങ്കിൽ? ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ മാസവും അണ്ടോൽപാദനത്തോടൊപ്പം ഭ്രൂണ വളർച്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളും ഗർഭാശയത്തിൽ സംഭവിക്കുന്നുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന ആന്തരിക പാളിയുടെ കനം കൂടുകയും കൂടുതൽ രക്തലോമികകളും ഗ്രന്ഥികളും രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ബീജസംയോഗം നടന്നില്ലെങ്കിൽ ഈ മുന്നൊരുക്കങ്ങൾ വെറുതെയാകുന്നു. പുതുതായി രൂപപ്പെട്ട കലകൾ നശിക്കുകയും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും ചെയ്യുന്നു. രക്തത്തോടും ഒപ്പം ഈ കലകൾ യോനിയിലൂടെ പുറത്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയയാണ് ആർത്തവം അഥവാ എന്താണ്? മെൻസ്ട്രുറേഷൻ. ഇത് 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. അപ്പോൾ ആ ഒരു ഓവം വെളിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഓവം മാത്രമല്ല, എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആ ഒരു എൻഡോമെട്രിയം എന്ന ആന്തരിക പാളിയുടെ കനം കൂടുകയും കൂടുതൽ രക്തലോമികളും ഗ്രന്ഥികളും രൂപപ്പെടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊരു ബീജ സംയോഗം നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം കൂടി, അതായത് പുതുതായി രൂപപ്പെട്ട ഈ കലകൾ നശിക്കുകയും ഗർഭാശയത്തിൽ നിന്ന് അടർന്നു മാറുകയും ചെയ്യുന്നു. രക്തത്തോടൊപ്പം രക്തവും ശ്ലേഷ്മവും കൂടി എന്ത് ചെയ്യുന്നു? യോനിയിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്? ബീജസംയോഗം നടന്നാൽ എന്താണ്? ഒരു ഭ്രൂണത്തിലേക്ക് അത് മാറും അല്ലെ. ഭ്രൂണമല്ല, ആദ്യം അത് സിക്താണ്ഡം അഥവാ സൈക്കോട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അണ്ഡാശയത്തിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന അണ്ടം അണ്ടവാഹിയിൽ എത്തുന്നു. അവിടെ വെച്ച് പുംബീജവുമായി സംയോജിച്ച് സിക്താണ്ഡം അഥവാ സൈഗോട്ട് രൂപപ്പെടുന്നു. ഈ പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം. അപ്പൊ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് അണ്ടവും പുംബീജവും കൂടി സംയോജിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബീജ സംയോഗം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അനേകം പുംബീജങ്ങൾ അണ്ടവാഹിയിൽ എത്തിച്ചേരുമെങ്കിലും ഒരെണ്ണം മാത്രമേ അണ്ടവുമായി കൂടിച്ചേരുകയുള്ളൂ. ഒറ്റക്കോശമുള്ള സിക്താണ്ഡം പിന്നീട് വിഭജനത്തിലൂടെ നിരവധി കോശങ്ങളുള്ള ഭ്രൂണമായി മാറുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിക്താണ്ഡം ഫോം ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ഡിവിഷനും സെൽ ഡിഫറൻഷിയേഷനും ഒന്നും അവിടെ നടക്കുന്നില്ല. അതിനുശേഷം അത് പാർഷ്യലി ഡിവിഷന് വിധേയമായിട്ടാണ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ നടന്നിട്ടാണ് എംബ്രിയോ എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറുന്നത്. എംബ്രിയോയ്ക്ക് എന്താണ്? സിക്താണ്ഡത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? നിരവധി കോശങ്ങൾ ഉള്ളതാണ് അല്ലെ. ഇനി ഭ്രൂണം ഗർഭാശയത്തിലെ എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിച്ചേർന്ന് വളരുന്നു. അപ്പൊ എന്തിനാണ് എൻഡോമെട്രിയം ആവരണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ബീജസംയോഗം നടന്നാൽ സംഭവിക്കുന്ന കാര്യം. നടന്നാൽ എന്താണ്? സൈക്കോട്ട് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്? ക്രമേണ ഭ്രൂണം ആയിട്ട് മാറി അത് വളർച്ചയെത്തുകയാണ് ചെയ്യുന്നത്. നടന്നില്ലെങ്കിൽ അത് ഓവുലേഷൻ വഴി, അതായത് മെൻസ്ട്രുവേഷൻ വഴി ആ ഓവത്തിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഹോർമോണുകളെ പറ്റിയാണ്. ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥി, അതായത് എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെ, ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്?
എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികളിലാണ്. വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകളാണ്. അതിനാൽ ഹോർമോണിന്റെ ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ജീവൽ പ്രവർത്തനങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അപ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ടത് അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടു അല്ലെ, സ്ത്രീ ഹോർമോണുകളെയും അതേപോലെ പുരുഷ ഹോർമോണുകൾ, അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത ഇവിടെ നോക്കാനുള്ളത് പ്ലാസെന്റയെ പറ്റിയാണേ. നോക്കാം, പ്ലാസെന്റയുടെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് മാറ്റി കാണിച്ചിട്ടുണ്ട്. നോക്കാം, ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെന്റ. അപ്പം ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് പ്ലാസെന്റ. ഇനി ഭ്രൂണ കലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസെന്റൽ രൂപപ്പെടുന്നത്. ഇതിൽ നിന്നും രൂപപ്പെടുന്ന പൊക്കിൾ കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയമാണ് പ്ലാസെന്റ സഹായിക്കുന്നത്. അപ്പോൾ പ്ലാസെന്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ആ ഒരു ഭാഗമാണ് പ്ലാസെന്റ എന്നറിയപ്പെടുന്നത്. പിന്നെ ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാസെന്റ രൂപപ്പെടുന്നത്. ഈ പ്ലാസെന്റയിൽ നിന്നാണ് പൊക്കിൾക്കൊടി രൂപപ്പെടുന്നത്. ഈ പൊക്കിൾക്കൊടി വഴിയാണ് കുഞ്ഞിനാവശ്യമുള്ള ഓക്സിജനും പോഷകങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നതും അതേപോലെ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്. പിന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കലരാത്ത രീതിയിലുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നതും പ്ലാസെന്റയാണ്. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അമ്നിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാക്കുന്നത്. ഈ ആവരണത്തിനുള്ളിലെ അമ്നിയോട്ടിക് ദ്രവം ഗർഭസ്ഥ ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ് ഗർഭസ്ഥ ശിശുവിനെ നിർജ്ജലീകരണത്തിൽ നിന്നും അതേപോലെ ക്ഷതങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നത്. ഇനി 270 മുതൽ 280 ദിവസം വരെ, പൊതുവെ അത്രയും ദിവസത്തിനുള്ളിലാണ് മനുഷ്യന്റെ ആ ഒരു ഗർഭകാലം എന്ന് നിർവചിക്കുന്ന സമയം വരുന്നത്. അപ്പോൾ 270 മുതൽ മാക്സിമം എത്രയാണ് 280 ദിവസം വരെയാണ് മനുഷ്യനിലെ ശരാശരി ഗർഭകാലം. അതായത് നമ്മൾ 9 മാസം 9 ദിവസം എന്നൊക്കെ പറയുന്ന പോലെ. ഈ കാലയളവിനുള്ളിൽ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് ക്രമാനുഗതമായ മാറ്റങ്ങളിലൂടെ വളർച്ച പൂർത്തിയാക്കുന്ന ഗർഭസ്ഥ ശിശു യോനീനാളത്തിലൂടെ പുറത്തു വരുന്നു. ഈ പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രസവം എന്ന് വിളിക്കുന്നത് അല്ലെ. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ജനനവും സങ്കീർണമായ പ്രക്രിയകളാണ്. ശാരീരികമായും മാനസികമായും പക്വതയാർജിച്ച സ്ത്രീക്ക് മാത്രമേ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാനും കഴിയൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട മാത്രമാണ്. ഇനി മനുഷ്യ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരം, പ്രായപൂർത്തി, വാർദ്ധക്യം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഇനി അടുത്തത് കൗമാരം, സവിശേഷതകളുടെ കാലം. ജീവശാസ്ത്രപരമായ സവിശേഷതകളുള്ള കാലമാണ് കൗമാരം. ബാല്യത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് വേഗത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ അതായത് എന്താണ്, ആ ഒരു ബാല്യം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൗമാരം എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആ വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. 11 മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരം അല്ലെങ്കിൽ അഡോൾസൻസ് ആയിട്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്ന കുട്ടികളുടെ വയസ്സ് എത്രയാണ്? 11 to 19 ആണ്. ഓക്കെ, ഇനി പ്യൂബേർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണമാകുന്നത് വരെയുള്ള കാലഘട്ടമാണിത്. സന്താനോൽപാദന സജ്ജരായ വ്യക്തികളാകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെയാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയിലും കൗമാരം സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായ ശാരീരിക മാറ്റങ്ങളിൽ തുടങ്ങുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കൗമാരഘട്ട വളർച്ച വേഗത്തിൽ നടക്കുന്നു. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ദ്രുതഗതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾക്കൊപ്പം തീവ്രമായ മാനസിക വൈകാരിക മാറ്റങ്ങളും ചേർന്ന് കൗമാരത്തെ സവിശേഷമായ കാലഘട്ടമാക്കി മാറ്റുന്നു. ഇനി
ഇവിടെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ നടക്കുന്ന ശാരീരിക മാറ്റങ്ങൾ, കൗമാരഘട്ടത്തിൽ നടക്കുന്ന ശാരീരിക മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് ജസ്റ്റ് ആ ഏജ് മാത്രം, WHO പറയുന്ന ആ ഒരു കൗമാരത്തിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ഏജ് എത്രയാണെന്നൊന്ന് ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അതാണ് ഞാൻ ജസ്റ്റ് വായിച്ചു വിട്ടത്. അപ്പോൾ ആൺകുട്ടികളിലാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? വളർച്ച ത്വരിതപ്പെടുന്നു. പിന്നെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലാവുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നു. തോളെല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നു. ശുക്ലവിസർജനം ആരംഭിക്കുന്നു. ഇതെല്ലാം ഈ ഒരു കൗമാരഘട്ടത്തിൽ ആൺകുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ. പെൺകുട്ടികളിലാണെങ്കിലും വളർച്ച ത്വരിതപ്പെടുന്നു. ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലാവുന്നു. ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ശബ്ദ സൗകുമാര്യം കൂടുന്നു. പിന്നെ ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നു. സ്ഥാന വളർച്ച ഉണ്ടാകുന്നു. ഇടുപ്പെല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നു. ആർത്തവം ആരംഭിക്കുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ കൗമാരഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണ് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ബാക്കി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലിനി അനീമിയ കൂടി ഒന്ന് നോക്കാവേ. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. അതായത് രക്തത്തിന്റെ ആ ഒരു കുറവെന്ന് നമ്മൾ പറയില്ല, വിളർച്ച എന്നൊക്കെ പറയില്ല. അപ്പോൾ അതാണ് അനീമിയ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണമാണ് വിളർച്ച. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും ഏകാഗ്രതയും കുറയാനും ഇത് കാരണമാകുന്നു. അപ്പം പിന്നെ അനീമിയയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പോഷകങ്ങൾ അടങ്ങിയ ഫുഡ് കഴിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവോ അല്ലെങ്കിൽ അതിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ആണ് അനീമിയ ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് ഓർക്കുക. പിന്നെ അതേപോലെ കൗമാരവും ഭക്ഷണവും, പിന്നെ ഭക്ഷണത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ, പിന്നെ കൗമാരം വെല്ലുവിളികളുടെ കാലം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വായിക്കുന്നില്ല. കാര്യം അതൊന്നും നമുക്ക് എക്സാമിന് ആവശ്യമുള്ളതല്ല, അതിൽ നിന്നൊന്നും ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ ഈ പാഠം എടുത്തിട്ട് ആ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.